വചനം വചനം ത്രിയേക ദൈവമാം വചനം വചനം. പാക്സ് കമ്മ്യൂണിക്കേഷൻ്റെ ത്രസ്കാന്തോസ് വചനവിചിന്തനത്തിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പെസഹ കാലത്തിലെ 5-ാമത്തെ ഞായറാഴ്ചയാണ് നാം ഇന്ന് നിൽക്കുന്നത്. 5-ാമത്തെ ഞായറാഴ്ച നമ്മെ ഓർമ്മപ്പെടുത്തും ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത് ബന്ധങ്ങളുടേതാണ്. ആ ബന്ധം ദൈവത്തിൽ ആരംഭിക്കുകയും മനുഷ്യരുമായും പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഫലം പുറപ്പെടുവിക്കേണ്ടതാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ദൈവം കൃഷിക്കാരനും മുന്തിരിച്ചെടി യേശുവും ശാഖകൾ ശിഷ്യന്മാരുമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ക്രൈസ്തവ ജീവിതം ദൈവവുമായ ബന്ധത്തിലൂടെ, സഹോദരങ്ങളുമായ ബന്ധത്തിലൂടെ കൂടുതൽ ഫലദായകമായ അനുഗ്രഹത്തിൻ്റെ ജീവിതമാക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ 3 ചിന്തകളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഒന്നാമത്തേത്, ദൈവത്തോട് ചേർന്ന് നിന്ന്, സുവിശേഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഫലദായകമായ ജീവിതമായിട്ട് നമ്മുടേത് മാറണം. അതിന് ഉത്തമ ഉദാഹരണമാണ് ശിഷ്യന്മാരുടെ ജീവിതം. വിശുദ്ധ പത്രോസ് അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് സുന്ദര കവാടമെന്ന് വിളിക്കപ്പെടുന്ന ജെറുസലേം ദേവാലയ വാതിൽക്കൽ സ്ഥിരമായി ഭിക്ഷയാചിക്കുന്ന മുടന്തനായ വ്യക്തിയെ കാണുന്നു. അദ്ദേഹത്തോട് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ഒരു കാര്യമാണ്: വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാനായിട്ട്. യേശുവിനോട് ചേർന്ന് നിന്നപ്പോൾ പത്രോസ് അപ്പോസ്തലന് മുടന്തനായ വ്യക്തിയെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് അദ്ദേഹത്തിന് നഷ്ടമായ ആരോഗ്യത്തെ വീണ്ടെടുത്ത് കൊടുക്കുവാനായിട്ട് കഴിഞ്ഞു. 2-ാമത്തെ ചിന്തയെന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് പോകുന്ന ഒരു ജീവിതമായിട്ട് മാറണം. അതോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതുമായിരിക്കണം അവൻ്റെ ശിഷ്യന്മാരുടേത്. ആദിമ ക്രൈസ്തവ സമൂഹവും ശിഷ്യന്മാരും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കടന്നു പോയപ്പോൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 32 മുതലുള്ള തിരുവചനത്തിൽ ആദ്യത്തേത് ഒരു രോഗസൗഖ്യമാണ്. 2-ാമത്തേത് നമ്മൾ കാണുക മരിച്ചുപോയ ഒരു ശിഷ്യയെ പത്രോസ് അപ്പോസ്തലൻ ഉയർപ്പിക്കുന്നതാണ്. ആദ്യത്തേതിൽ മുടന്തനായ അയനിയാസിനെ സൗഖ്യപ്പെടുത്തുന്നതാണ്. അദ്ദേഹത്തെ സൗഖ്യപ്പെടുത്തി ജീവന്റെ സമൃദ്ധി നൽകി. 2-ാമത്തേത് തബീത്ത എന്ന ശിഷ്യയെ, മരിച്ചുപോയ ഈ സഹോദരിയുടെ അടുത്ത് പോയി ആദ്യം പത്രോസ് അപ്പോസ്തലൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് എഴുന്നേറ്റ് നിന്ന് ആ സഹോദരിയുടെ നേരെ തിരിഞ്ഞിട്ട് തബീത്ത എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഉയർപ്പിക്കുന്നത്. ഈ 2 സംഭവങ്ങളും, ഒന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടും 2-ാമത്തേത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുമുള്ള കാരണമായി മാറി. 3-ാമത്തെ ചിന്തയെന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മെ വെട്ടിയൊരുക്കുകയും നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് സ്വീകാര്യമായി മാറുകയും ചെയ്യുന്നതായിട്ട് കാണാം. പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 20-ാമത്തെ തിരുവചനം: ദൈവത്തിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്, അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം ഉയരും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിതത്തെ
ദൈവം വെട്ടിയൊരുക്കുമെന്ന് സുവിശേഷത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ വെട്ടിയൊരുക്കിക്കൊണ്ട് കൂടുതൽ ഫലസമൃദ്ധമായ ഒരു ജീവിതത്തെ നമുക്ക് പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവം കാണിച്ചു തരുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 14-ാം അധ്യായം 8 മുതലുള്ള തിരുവചനത്തില് ജന്മന മുടന്തനായ ലിസ്രായിലെ ഒരു മനുഷ്യനെ പൗലോസ് അപ്പോസ്തലൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടുത്തുന്നതാണ് നാം കാണുക. അങ്ങനെ സൗഖ്യപ്പെടുത്തുന്ന ഈ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നൽകുവാനായിട്ട് പത്രോസ് അപ്പോസ്തലനെ തൻ്റെ ജീവിതത്തിൽ വെട്ടിയൊരുക്കുകയാണ്. വെട്ടിയൊരുക്കിക്കൊണ്ട് അവൻ്റെ സുവിശേഷമാകുവാൻ, അവൻ്റെ സുവിശേഷമേകുവാൻ, ജീവൻ്റെ സമൃദ്ധിയിലേക്ക് നയിക്കുവാനായിട്ട്. അതുകൊണ്ട് ലിസ്രായിലെ ജനങ്ങളെല്ലാം ഒന്നു ചേർന്ന് പറയുന്നുണ്ട്, ദേവന്മാർ മനുഷ്യരൂപം കൊണ്ട് നമ്മുടെ ഇടയിൽ ഇറങ്ങി നടക്കുന്നുവെന്ന്. അത്രമാത്രം പത്രോസ് അപ്പോസ്തലനെ ദൈവം വെട്ടിയൊരുക്കി. വചന ധ്യാനത്തിൻ്റെ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ദൈവവുമായുള്ള ബന്ധം അതിനെയൊന്ന് ഊട്ടി ഉറപ്പിക്കാനായിട്ട് ദൈവത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന്, കൂദാശയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ വീണ്ടെടുക്കാനായിട്ട് കഴിയട്ടെ. ശിഷ്യന്മാർ യേശുവിൽ നിന്ന് അകന്നു പോയപ്പോൾ, യേശുവിൻ്റെ മരണത്തിന് ശേഷം യേശു വീണ്ടും വീണ്ടും അവരിലേക്ക് അവരിലേക്ക് ചെന്നപ്പോൾ അവർ ദൈവത്തിലേക്ക്, സഭയിലേക്ക്, കൂട്ടായ്മയിലേക്ക് വന്നു. അതിൻ്റെ ഫലമാണ് ഇന്ന് നാം കാണുന്ന സഭയുടെ വളർച്ച. അതുപോലെ നമുക്ക് ദൈവത്തിലേക്ക്, പ്രാർത്ഥനയിലേക്ക്, കൂദാശയിലേക്ക് നമുക്ക് അടുത്തു വരാം. രണ്ടാമത്തേത് നമ്മുടെ കുടുംബ ബന്ധം. കുടുംബത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കുടുംബത്തിൻ്റെ ഒരുമയെ നമുക്ക് വീണ്ടെടുക്കാം. ജീവൻ്റെ സമൃദ്ധി അത് സഭയിലൂടെയും കുടുംബത്തിലൂടെയും കൂട്ടായ്മയിലൂടെയുമാണ് നമ്മൾ വീണ്ടെടുക്കേണ്ടത്. ദൈവത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഫലം ചൂടുന്ന ജീവിതങ്ങളാകുവാനായിട്ട്, അനുഗ്രഹമായ ജീവിതമാകുവാനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് സ്വീകരിക്കാം. കൂദാശകളിലൂടെ നമുക്ക് യേശുവിനെ നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതം ഫലം ചൂടി നിൽക്കുന്നതായിട്ട് മാറുവാൻ, ജീവൻ്റെ സമൃദ്ധി ഏവർക്കും ലഭിക്കുവാനായിട്ട് നമ്മളെ തന്നെ ദൈവത്തോടും, ദൈവവചനത്തോടും, കൂദാശയോടും, സഹോദരങ്ങളോടും, പ്രകൃതിയോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് അനുഗ്രഹദായകമാകാം, ഫലദായകമാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.